MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉൾപ്പെടെ ഒരു പിടി യുവ നേതാക്കൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ബാബു, യൂത്ത് ലീഗ് നേതാക്കളായ TP അഷ്റഫ് അലി, ഷിബു മീരാൻ തുടങ്ങിയവരാണ് പുതുമുഖ സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ളത്. ഫാത്തിമ തഹ്ലിയെ പോലുള്ള വനിതാ നേതാക്കളുടെ പേരും ചർച്ചകളിലുണ്ട്. സിറ്റിംഗ് MLA-മാരിൽ ആരെയൊക്കെ മാറ്റി നിർത്തും എന്നതിനനുസരിച്ചായിരിക്കും യുവതാരങ്ങളുടെ സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ യുവ നേതാക്കൾ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുവ നേതാക്കൾക്ക് ഇടം നൽകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആരായിരിക്കും ആ യുവ നേതാക്കൾ എന്നതാണ് ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രധാന സസ്പെൻസ്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ പേര് ലീഗിലെ പുതുമുഖ സ്ഥാനാർത്ഥികളുടെ ചർച്ചയിൽ മുന്നിലുണ്ട്. MSF പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥിയാക്കൽ പതിവല്ലെങ്കിലും MSFിലെ പ്രകടനവും മാധ്യമങ്ങളിലും പൊതുവേദികളിലും പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതിലെ മികവും PK നവാസിന് അനുകൂല ഘടകങ്ങളാണ്. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും. മലപ്പുറത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PV മുഹമ്മദ് മനാഫിന്റെ പേരും ചർച്ചകളിലുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യൂത്ത് ലീഗ് നേതാക്കളായ TPM ജിഷാന്റെയും ഫാത്തിമ തഹ്ലിയുടെയും സാധ്യതകളും കോഴിക്കോട്ടെ സീറ്റുകളിൽ നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് കഴിഞ്ഞ തവണ പാർട്ടി തോറ്റ താനൂർ മാത്രമാണ് ഓപ്പൺ സീറ്റ്. സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മാറാൻ സാധ്യതയുള്ള മഞ്ചേരി, തിരൂരങ്ങാടി, വള്ളിക്കുന്ന് എന്നീ മണ്ഡലങ്ങളിലും യുവ നേതാക്കൾക്ക് ഇടം കിട്ടിയേക്കും. മങ്കട, മണ്ണാർക്കാട്, ഏറനാട് തുടങ്ങിയ സിറ്റിംഗ് സീറ്റുകളിലും മാറ്റം വേണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും വിജയസാധ്യത കൂടി പരിഗണിച്ച് പുതിയ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൂ. കുന്നമംഗലം, കോഴിക്കോട് സൗത്ത്, പേരാമ്പ്ര, കൂത്തുപറമ്പ്, കളമശ്ശേരി തുടങ്ങിയ സീറ്റുകളും പുതുമുഖങ്ങൾക്ക് ഇടം കിട്ടിയേക്കാവുന്ന മണ്ഡലങ്ങളാണ്. UDF സീറ്റ് ഉപന ചർച്ച പൂർത്തിയായ ശേഷമേ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് കടക്കൂ. 2011 20 MLA-മാർ വിജയിച്ചാണ് ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ റെക്കോർഡ്. ഇത്തവണ അത് മറികടക്കാനാണ് ലീഗിന്റെ ശ്രമം. യുവ നേതാക്കളുടെ സാന്നിധ്യം അതിന് തുണയാകുമെന്നും നേതാക്കൾ കരുതുന്നു. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകളിലേക്ക് ലീഗ് കടന്നിട്ടില്ല എങ്കിലും ഓരോ മണ്ഡലങ്ങളിലേക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിലവിൽ അനൌദ്യോഗികമായി തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലീഗ്. അവിടെയാണ് യുവ നേതാക്കൾക്ക് കാര്യമായി പരിഗണന നൽകാമെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തന്നെ പരിഗണന ശ്രദ്ധേയമാകുന്നത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ പുതിയ എന്ന് വെച്ചാൽ യുവ നേതാക്കൾക്ക് ഇത്തവണ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്? അതിൽ ആരൊക്കെയാണ് മുൻപിലുള്ളത്? ഏതൊക്കെ സീറ്റുകൾ? സൈഫുദ്ദീൻ മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലീഗ് ഒരുങ്ങുന്നത്. അതിനാണ് ഈ യുവ സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ യുവ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ TPM ജിഷാൻ, അതുപോലെ ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കളൊക്കെ തന്നെ വലിയ പ്രകടനം, അതായത് കോർപ്പറേഷനിലെ ചരിത്ര ഭൂരിപക്ഷമടക്കം നേടുന്ന സ്ഥിതിയിലേക്ക് ഈ യുവ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം എത്തി എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ മലബാറിലെ വിവിധ മേഖലകളിൽ യൂത്ത് ലീഗ് നേതാക്കളും അതുപോലെ തന്നെ ഹരിത നേതാക്കളൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ യുവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനപ്പെട്ടത് MSFന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK നവാസിന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഒരു സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ ഒരു കടുത്ത മത്സരം നടക്കുന്ന ഒരു സീറ്റിലേക്ക് PK നവാസിനെ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ലീഗിനുള്ളിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ ഇവരും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന PV മുഹമ്മദ് മനാഫിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ രീതിയിൽ യൂത്ത് ലീഗിന്റെയും അതോടൊപ്പം തന്നെ വനിതാ ലീഗിന്റെയും ഒക്കെ തന്നെ ഈ പ്രാതിനിധ്യം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് മുസ്ലിം ലീഗിൽ നടക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. ഏകദേശം 50% യുവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനും ആ രീതിയിൽ വലിയ പ്രാതിനിധ്യം യുവാക്കളുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും ഈ താനൂർ
താനൂർ സീറ്റാണ് ഇപ്പോൾ ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ മന്ത്രി ബി അബ്ദുറഹ്മാൻ മത്സരിക്കാൻ വരികയാണെങ്കിൽ ഒരു കരുത്തനായ യുവസ്ഥാരതിയെ അവിടെ മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതോടൊപ്പം തന്നെ മഞ്ചേരി, തിരൂരങ്ങാടി, വള്ളിക്കുന്ന് മണ്ഡലങ്ങളൊക്കെ തന്നെ നേരത്തെ സിറ്റിംഗ് MLA-മാരുള്ള മണ്ഡലങ്ങളാണ്. അവിടെ സീനിയർ നേതാക്കളാണ് മത്സരിച്ചിരുന്നത്. ടൈം വ്യവസ്ഥ കർശനമാക്കുന്നതോടുകൂടി അവർ മാറേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ യുവ നേതാക്കളെ അവിടെ രംഗത്തിറക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മങ്കട, മണ്ണാർക്കാട്, ഏറനാട് മണ്ഡലങ്ങളിലും നിലവിലുള്ള MLA-മാരെ മാറ്റി മറ്റു പുതുമുഖങ്ങളെ ഇറക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം കോഴിക്കോട് കുന്നമംഗലം, കോഴിക്കോട് സൗത്ത്, പേരാമ്പ്ര, കണ്ണൂർ കൂത്തുപറമ്പ്, എറണാകുളം കളമശ്ശേരി ഈ സീറ്റുകളിലൊക്കെ തന്നെ പുതുമുഖങ്ങളെ വേണമെന്നുള്ളൊരു ആവശ്യം കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചകളൊക്കെ തന്നെ ലീഗിൽ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും യുവ നേതാക്കളെ ഇറക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മികച്ച പ്രകടനം യുവനേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യുവനേതാക്കളൊക്കെ തന്നെ പുറത്തെടുത്തു. അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്തു. അങ്ങനെ പ്രചരണ രംഗത്തായാലും ആ രീതിയിൽ പാർട്ടിയെ മൊത്തത്തിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെയുള്ള UDF-ന്റെ മെച്ചപ്പെട്ട പ്രകടനത്തിന് ഈ ലീഗിന്റെ യുവ സ്ഥാനാർത്ഥികൾ കൂടി ഉപകാരപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ നടത്തിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി യുവ നേതാക്കളെ പരിഗണിക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ളത്. ഇനി വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വനിതാ പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യം അത് അങ്ങനെ തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയതാണ്. അത് ഏത് രീതിയിലായിരിക്കും ആ വനിതാ പ്രാതിനിധ്യം എന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ യുവ സ്ഥാനാർത്ഥികൾ, വനിതകളായിട്ടുള്ള യുവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ ഫാത്തിമ തെഹ്രി അടക്കമുള്ള ഹരിതയുടെ നേതാക്കൾ, അതോടൊപ്പം തന്നെ വനിതാ നേതാക്കളൊക്കെ തന്നെ വലിയ പ്രകടനം, മികച്ച പ്രകടനം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലടക്കം കാഴ്ചവെച്ചതാണ്. ആ രീതിയിൽ മലപ്പുറം ജില്ലയിലാണെങ്കിലും അങ്ങനെ ഇറക്കിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മികച്ച പ്രകടനം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി വനിതാ പ്രാതിനിധ്യവും അതോടൊപ്പം തന്നെ യുവ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, അങ്ങനെയെങ്കിൽ കൂടുതൽ പുതുമുഖങ്ങൾ, പ്രത്യേകിച്ചും യുവ നേതാക്കൾ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ആ നിലക്ക് ഒരു തലമുറ മാറ്റത്തിന് തന്നെ ലീഗ് ഒരുങ്ങുന്നു എന്ന് വേണം കൂടി കാണാൻ. അവസാനം ലിസ്റ്റ് വരുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.